കെ സുധാകരൻ KPCC അധ്യക്ഷനായിട്ട് ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യനായിരുന്നു അല്ലേ? കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് ഭാഗ്യവാനായ KPCC പ്രസിഡന്റാണ്. അതാണ് പ്രിയം ഉദ്ദേശിച്ചത് അല്ലെ? അതെ അതെ, ആണ്. അദ്ദേഹം ഭാഗ്യമുള്ള ഒരു പ്രസിഡന്റ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ KPCCയുടെ പ്രസിഡന്റ് പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹോട്ട് സീറ്റാണ്. അത് അങ്ങനെ ഇങ്ങനെയൊന്നും ആരെക്കൊണ്ടും മേച്ചോണ്ട് പോകാൻ പറ്റാത്ത കാര്യം. കോൺഗ്രസ് ആണ് പാർട്ടി, ജനാധിപത്യം കൂടിപ്പോയ ഒരു പാർട്ടിയാണ്. പിന്നെ ഏതാണ്ട് നേതാക്കളുടെ എണ്ണം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും 20-ൽ അധികം നേതാക്കന്മാരുണ്ടാവും, പഴയതും പുതിയതും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് ഇപ്പോൾ അദ്ദേഹം ഇറങ്ങുന്ന അവസരത്തിൽ ഭാഗ്യവാനായ KPCC പ്രസിഡന്റാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ആ സീറ്റ് ഒഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞെങ്കിൽ അദ്ദേഹം അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയില്ല. അദ്ദേഹം അങ്ങനെ നിന്ന് എനിക്കിത് പറ്റും, ഒരു വേള എന്നെ കൊണ്ട് കഴിയും, ഞാനത് തുടരും എന്നും പറഞ്ഞ് ഇടിച്ചു നിന്നു. എന്നിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഭയങ്കരമായ അടുപ്പമൊന്നും ഈ സണ്ണി ജോസഫുമായിട്ട് ഇല്ല എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ്. അത് കണ്ണൂർ പൊളിറ്റിക്സിൽ പിന്നെ സുധാകരൻ ജില്ലാ പ്രസിഡന്റ്, അതായത് കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരൻ മാറിക്കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത DCC പ്രസിഡന്റാണ് ഈ പറയുന്ന സണ്ണി ജോസഫ്. അതിനു മുമ്പ് N രാമകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള കണ്ണൂരുള്ള കോൺഗ്രസിലെ ചില ആൾക്കാരൊക്കെ സുധാകരനിട്ട് പണിയുന്ന കഥകളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്. സുധാകരൻ എന്ന് പറഞ്ഞാൽ ഒരു ഐക്കാരനാണ്. എന്ന് പറഞ്ഞാൽ കരുണാകരന്റെ കൂടെ നിന്ന ആളാണ്. എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെതായ ഒരു പക്ഷം ഉണ്ടാക്കി. അദ്ദേഹം പക്ഷമല്ല, കരുണാകരനൊപ്പം നിന്ന വയലാർ രവിയുടെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്ക് പോയ ഒരാൾ. വയലാർ രവിക്കും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇപ്പോൾ പോകുന്ന അവസരത്തിൽ അദ്ദേഹം ആ സീറ്റിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം മാറിയിട്ടാണ് പുതിയ ആളിനെ അദ്ദേഹം അനുഗ്രഹിച്ചാണ് ഇരുത്തുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ KPCCയുടെ ചരിത്രം ഒരല്പം നമ്മൾ പരിശോധിക്കുമ്പോൾ, KPCC പ്രസിഡന്റുമാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള, അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു 5ഓളം പേരുടെ പേര് നമുക്കിവിടെ പറയാൻ പറ്റും. 2001 ഇവിടെ UDF 99 സീറ്റോടെ, അതിൽ കോൺഗ്രസ് ഒരു 63 സീറ്റോടെ ഭരണത്തിൽ വരുന്ന ഒരു ചരിത്രം ഇവിടെയുണ്ട്. അന്ന് KPCC പ്രസിഡന്റായി ഇവിടെ ഉണ്ടായിരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. ഈ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന KPCC പ്രസിഡന്റ് വരുന്നത് എയുടെയും ഐയുടെയും തമ്മിലടി സഹിക്കാൻ പറ്റാതെ AICC അവിടെ നിന്ന് കൊണ്ട് പകരക്കാരനായി ഇരുത്തിയ വളരെ ആദർശവാനായ, സ്വന്തം കിടക്കാടം, അതായത് സ്വന്തം സ്വത്ത്, കിടക്കാടമല്ല സ്വന്തം സ്വത്ത്, അദ്ദേഹം നല്ല കാശൊക്കെയുള്ള ഒരു നായർ ഫാമിലിയാണ് അദ്ദേഹം, തിരുവനന്തപുരത്തെ തെന്നല എന്ന് പറയുന്ന. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല പേരാണ് തെന്നലയ്ക്ക്. അങ്ങനെ തെന്നല ബാലകൃഷ്ണപിള്ളയെ ഒരു പകരക്കാരനായി കൊണ്ടെത്തി. ഇത് കരുണാകരന്റെ കാലത്താണ്, 2001 കാലഘട്ടത്തിലെ കഥയാണിത്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടിരുത്തുന്നു. അന്ന് 99 സീറ്റോടെ കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു. അതിൽ 63 സീറ്റ് കോൺഗ്രസിനുണ്ട്. എന്നിട്ട് അന്ന് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായി ആന്റണിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഗ്രൂപ്പിൽ കെ കരുണാകരൻ പറയുന്നത്, ആന്റണി അന്ന് ബലാബലമാണ് നടക്കുന്നത്. ആന്റണി മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ മകൻ K മുരളീധരൻ KPCC പ്രസിഡന്റ് ആകും. ആന്റണി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം തൻ്റെ മകൻ ആ സീറ്റിൽ ഇരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ആന്റണിയെ പ്രസിഡന്റാക്കി തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അവർ UDF യോഗം കൂടി ആന്റണി പ്രസിഡന്റ് അല്ല, ആന്റണിയെ മുഖ്യമന്ത്രിയായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 2001 അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ മോത്തിലാൽ ഓറ എന്ന് പറഞ്ഞൊരു കോൺഗ്രസിന്റെ നേതാവ്, അറിയാം, കേട്ടിട്ടുണ്ടാവും. മോത്തിലാൽ ഓറ എന്ന കോൺഗ്രസിന്റെ അന്നത്തെ AICC ട്രഷററാണ്. അദ്ദേഹത്തിന് തെന്നലയുടെ ഫോൺ വരുന്നു, നിങ്ങൾ നാളെ രാജിവെക്കണം. തെന്നല കൂടെ വർക്ക് ചെയ്തിട്ടാണ്. ഇപ്പൊ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ബൂത്ത് കമ്മിറ്റി മുതൽ അങ്ങേയറ്റം താഴെക്കടകം ബ്ലോക്ക് വരെയുള്ള ഇത്രയും ജനാധിപത്യം കൂടിയ ഈ പാർട്ടിയെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. CPM പോലല്ല, ഇപ്പോഴത്തെ BJP അല്ല. ഞാൻ ഇപ്പോഴത്തെ BJP പറഞ്ഞത്. CPM എന്ന് പറഞ്ഞാൽ പിന്നെയും സംഘടന വളരെ സ്ട്രോങ് ആണ്. ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞാൽ, അല്ലെങ്കിൽ LC സെക്രട്ടറി പറഞ്ഞാൽ, ഏരിയ സെക്രട്ടറി പറഞ്ഞാൽ, ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ഹൈറാർക്കിയിൽ അനുസരിച്ചേ പറ്റൂ, അല്ലാത്ത പാർട്ടി ഉണ്ടാവില്ല. ഇവിടെ ജനാധിപത്യം കൂടി ഈ തെന്നല ബാലകൃഷ്ണപിള്ളയെ നിങ്ങൾ രാജിവെക്കണം എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ ഒന്നുമല്ലാതെ, അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ആന്റണി മുഖ്യമന്ത്രിയാകുന്നു. ആ ആന്റണി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ് അതിന് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആ ചൂട് ആറും മുമ്പ് K മുരളീധരനെ കൊണ്ടുവന്ന് ശാസ്തമംഗലത്ത് KPCC ഓഫീസിൽ കൊണ്ട് ഇരുത്താനായി വരുന്നു. എന്നിട്ട് ഈ മാറിക്കൊടുക്കുന്ന തെന്നലയ്ക്ക് തിരിച്ചു പോകാൻ ഒരു വാഹനം പോലും ഇല്ല. അദ്ദേഹത്തിന് മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ ഓട്ടോ പിടിച്ചാണ് കയറ്റിവിട്ടത്, അറിയാവോ? അങ്ങനെ വളരെ വിഷമത്തോടെയാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് പോകുന്നത്. ആ സ്ഥാനത്ത് സുധാകരൻ എത്ര ഭാഗ്യവാനാണെന്ന് ആലോചിക്കുക. ഇത് 2001 ചരിത്രവും
അതിനുശേഷം ഇങ്ങനെ നമ്മൾ എടുത്തു പറയുമ്പോൾ നിരവധി പ്രസിഡന്റുമാർക്ക് അതായത് അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഭരണം വന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ ഈ നമ്മുടെ VM സുധീരൻ പ്രശ്നക്കാരനായി. VM സുധീരന്റെ ആദർശം, ബാർക്കോഴ പ്രശ്നം, ഉമ്മൻചാണ്ടി അദ്ദേഹമായിട്ട് ഇടയുന്നു. ഒടുവിൽ ഉമ്മൻചാണ്ടി ബാർക്കോഴ വിവാദത്തിൽ രാജിവെക്കുന്നു. അപ്പൊ അദ്ദേഹം ഇറങ്ങുകയാണെങ്കിൽ അതിന് കാരണക്കാരനായി സുധീരൻ ഇറങ്ങണം എന്ന് അദ്ദേഹം പറയാതെ പറയുമ്പോൾ പിന്നെ അതിലൊന്നും തന്നെ ഇല്ല. അങ്ങനെയാണ് VM സുധീരനെ ഇറങ്ങേണ്ടി വരുന്നത്. VM സുധീരൻ ഇറങ്ങുന്നതും ഈ പറയുന്ന പോലെ ക്വിറ്റ് ചെയ്ത് പുറത്താക്കുന്നത് തന്നെ, ഇറങ്ങിപ്പോ എന്ന് പറയുന്ന രീതി തന്നെയാണ്. അവിടെയും സുധാകരന്റെ താരതമ്യം നമ്മൾ പെടുത്തുമ്പോൾ കണ്ടില്ലേ, മുല്ലപ്പള്ളി വരുന്നു. മുല്ലപ്പള്ളി വരുന്നതും എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ രമേശിനെ പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്, നേതൃസ്ഥാനത്ത് നിന്ന് രമേശ്, പിന്നെ ഈ പ്രതിപക്ഷത്തിന്റെ ഈ ഉമ്മൻചാണ്ടിയും രമേശിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അങ്ങനെയാണ് മുല്ലപ്പള്ളി അന്ന് KPC പ്രസിഡന്റ് ആയിരിക്കുന്ന മുല്ലപ്പള്ളി അതിനോട് യോജിക്കാതെ, മുല്ലപ്പള്ളി വളരെ ആദർശവാനായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിനെയും ഇവർ ഒരുമാതിരി ഈ KPCCയുടെ ചരിത്രം, പ്രസിഡന്റുമാരുടെ ചരിത്രം നോക്കിയാൽ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പിന്നെ ഈ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുന്ന ചരിത്രമൊക്കെ അറിയാമല്ലോ. അദ്ദേഹത്തിന് ഈ പരിവർത്തനം ഇങ്ങനെ ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കണം ഒരു ചർച്ചിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം പോലും നമുക്കുണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു രീതിയാണ്. ഒരാളെയും ആ സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല, അത് ചെയ്ത് പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ മുല്ലപ്പള്ളിയെ പറഞ്ഞേക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത പ്രസിഡന്റിനെ അവർ കൊണ്ടുവയ്ക്കുന്നു. അതാണ് സുധാകരൻ വരുന്നത്. എന്നിട്ട് ഇതിൽ വേറൊരു സംഗതി നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമുണ്ട്. 1991 AK ആന്റണിയും വയലാർ രവിയും കൂടെ മത്സരിച്ച ഒരു സംസ്ഥാനത്തെ ഒരു നിയോജക മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ നടന്ന ഒരു ഭയങ്കര വീറും വാശിയുള്ള മത്സരമായിരുന്നു. അതായത് ഏക്കാരനായ വിഭാഗത്തിന്റെ ആളായ AK ആന്റണിക്ക് ഒപ്പം നിന്ന വയലാർ രവിയെ കരുണാകരൻ വലിച്ചു കൊണ്ടുവന്ന് വയലാർ രവിയെ കൊണ്ടുവന്ന് ഐപക്ഷക്കാരനാക്കി നിർത്തി മത്സരിക്കുമ്പോൾ ആര് ജയിക്കുമെന്ന് ഈ 91 ഈ ഇലക്ഷന്, ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ നമ്മുടെ ഈ പറയുന്ന പോലെ പ്രീ ഡിഗ്രി പഠനകാലമാണ്. അപ്പോൾ രാഷ്ട്രീയം താല്പര്യമുള്ളത് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു ഇലക്ഷൻ പോലെയായിരുന്നു. വയലാർ രവിയെ അടർത്തിക്കൊണ്ടുവന്ന് AK ആന്റണിക്കെതിരെ മത്സരിച്ച് വയലാർ രവിയെ പ്രസിഡന്റ് ആക്കുന്നു. അപ്പോൾ AK ആന്റണി അന്ന് വരെ ആ സ്ഥാനത്തിരുന്ന AK ആന്റണി, KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന AK ആന്റണിയെ കരുണാകരൻ തന്നെയാണ് ഈ കളി കളിക്കുന്നത്. അദ്ദേഹം എന്താ പറയുക, പിന്നെ അദ്ദേഹത്തിന്റെ കാറ് വയലാർ രവിക്ക് കൊടുക്കുന്നതും അവിടെ നിന്ന് ഒരു കട്ടൻ ചായ കുടിക്കുന്നു. അപ്പൊ താൻ ഒരു സ്ഥാനഭ്രഷ്ടനായി കഴിയുമ്പോൾ താൻ നീ എവിടെ പോകും എന്നുള്ള ആന്റണി, പോട്ടെ വണ്ടി തലേക്കുന്ന് ബഷീറിന്റെ വീട്ടിലേക്ക് എന്നാണ് ആന്റണി പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത്രയും ഇതിൽ പറയാനുള്ളൂ. നാളിതുവരെയുള്ള ചരിത്രത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രസിഡന്റ് പദവി ഒരു ഹോട്ട് സീറ്റാണ്. ഈ ഹോട്ട് സീറ്റ് ഇവർ കൊണ്ട് വെക്കുന്ന ആരവം പിന്നീട് ഇവർക്ക് കാണില്ല. ഇപ്പൊ ആന്റോ ആന്റണിയുടെ പേര് പൊങ്ങി വന്നു. ആന്റോ ആന്റണി ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ല ഹോംവർക്ക് ഇതിനു വേണ്ടി ചെയ്തു. ബെന്നി ബെഹനാനെ വേണമെങ്കിൽ എന്താ യോഗ്യതയില്ലേ? ഇതിപ്പോ KC വേണുഗോപാല് നേരിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇന്നലെ ആരെല്ലാം പങ്കെടുത്തില്ല? മുല്ലപ്പള്ളി പങ്കെടുത്തിട്ടില്ല. അവിടുത്തെ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ മുല്ലപ്പള്ളി പങ്കെടുത്തിട്ടില്ല, K മുരളീധരൻ പങ്കെടുത്തിട്ടില്ല, പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പോയിട്ടില്ല. അത് ഈ സീറ്റിന് ഒരു വലിയൊരു സീറ്റാണ്. ഈ സീറ്റ് ചില്ലറ കാര്യമില്ല. ഇപ്പൊ K മുരളീധരൻ പിന്നെ ഈ പറയുന്ന പോലെ 2001 നമ്മൾ ഈ പറഞ്ഞ കഥയിൽ K മുരളീധരനെ KPCC പ്രസിഡന്റായി വെച്ചിട്ട് അദ്ദേഹത്തിനെ മന്ത്രിയാക്കി. അപ്പോൾ മുരളീധരൻ KPCC പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിൽ മുരളീധരൻ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാണ്. അപ്പോഴാണ് അടിയിൽ പാലം വലി വരുന്നത്. മുരളീധരനെ ആന്റണിയുടെ മന്ത്രിസഭയിൽ വിദ്യുച്ഛക്തി മന്ത്രിയാക്കും. അതൊരു നമ്പറായിരുന്നു. കാര്യം ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മുരളീധരനെ തെറിപ്പിക്കണം. അങ്ങനെ മുരളീധരൻ ആ ഇതിൽ വീഴുന്നു, ആ ട്രാപ്പിൽ വീഴുന്നു. വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്നു. അപ്പോൾ അടിയിൽ പാലം വലി തുടങ്ങി. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസ് ഷുവറായിട്ട് ജയിക്കുന്ന ഒരു സീറ്റാണ്. അവിടെ പാലം വലി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ വടക്കാഞ്ചേരിയിൽ AC മൊയ്തീൻ എന്ന സാധാരണക്കാരനായ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി അങ്ങോട്ടായിരുന്നു. ഇന്നത്തെ AC മൊയ്തീൻ അല്ല അന്നത്തെ AC മൊയ്തീൻ. ഇന്ന് കരുവന്നൂരിൽ നല്ല തിന്നു കൊഴുത്തൊരു പെരിച്ചാഴിയായ AC മൊയ്തീനാണ്. അന്ന് അങ്ങനെയല്ല. AC മൊയ്തീനെ കോൺഗ്രസ്സുകാർ ജയിപ്പിച്ചു. അന്ന് മുരളീധരൻ വെള്ളിടി വെട്ടിയാണ് മുരളീധരൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത്. മന്ത്രിസ്ഥാനവും പോയി, KPCC പ്രസിഡന്റ് സ്ഥാനവും പോയി. അതാണ് ഇതിനകത്ത് വേറൊരു കാര്യം. പിന്നെ ഒന്നുകൂടെ നമ്മളിത് പറയാതെ പോയ ഒരു കാര്യം കൂടെ പറഞ്ഞേ പറ്റൂ. അതായത് തെന്നല ബാലകൃഷ്ണപിള്ളയെ ഇറക്കി വിടുമ്പോൾ ഗുലാം നബി ആസാദ്
എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്, കേന്ദ്ര AICC നേതാവ് ഗുലാം നബി ആസാദ് KPCC ഓഫീസിൽ ഇദ്ദേഹത്തിനെ, മുരളീധരനെ ഇറക്കി വിട്ട കഥയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പിറകിലോട്ട് പോയി അദ്ദേഹത്തിനെ കൊണ്ട് ഇരുത്തിയ കഥയിൽ ഇതിൽ കൂടെ നമ്മൾ പറയണം. അദ്ദേഹത്തിനെ കൊണ്ട് ഇരുത്തുന്നു. AK ആന്റണി മുഖ്യമന്ത്രിയാകുന്നു. കരുണാകരന്റെ മകനെ കരുണാകരൻ പറഞ്ഞുകൊണ്ട് ഈ സീറ്റ് ഇരുത്തുമ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഗുലാം നബി ആസാദിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ തെന്നലയോട് കാണിച്ചത് ശരിയാണോ? തെന്നലെ ഇങ്ങനെ ഇറക്കി വിടേണ്ട കാര്യമുണ്ടോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ കേട്ടതായി ഭാവിക്കുന്നില്ല ഗുലാം നബി. ഇന്നിപ്പോ ദിവ്യ S അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറകിൽ നിൽക്കുന്നത് പോലെ അന്ന് ശോഭന ജോർജാണ് പിറകെ നിൽക്കുന്നത് ഗുലാം നബിയുടെ പിറകെ. ശോഭന ജോർജ് പരിഭാഷപ്പെടുത്തി ചോദിക്കുകയാണ് ഗുലാം നബിയോട്. ആ ചോദിച്ച ചോദ്യം ഇന്നതാണെന്ന് പറയുമ്പോൾ ഗുലാം നബി പറഞ്ഞത്, തെന്നല വെറും ഒരു പകരക്കാരനായിരുന്നു, നിങ്ങൾക്ക് എന്തറിയാം? അതാണ് ഈ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ KPCC പ്രസിഡന്റായിട്ട് ഇപ്പോൾ ഈ സണ്ണി വക്കീൽ വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നതിന് മുമ്പ് സുധാകരൻ വന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു കൊടുത്ത് സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ സുധാകരൻ അപ്പോഴും ഇറങ്ങുന്നവരെ, അദ്ദേഹം വരുന്നവരെയും പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ എന്നോട് ആദ്യം ചോദിച്ച പോലെ തന്നെ, പ്രിയം ചോദിച്ച പോലെ തന്നെ ഞാൻ പറയുന്നു, അദ്ദേഹം ഭാഗ്യവാനാണ്. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഭാഗ്യവാനായ പ്രസിഡന്റാണ് സുധാകരൻ. പക്ഷെ അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നുകൂടെ ഈ പബ്ലിക്കിന് തോന്നുന്നുണ്ട്. അത് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്.